നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത്. അതിപ്പോൾ പ്രവാസികളെന്നില്ല, വിദേശികളെന്നില്ല, സ്വദേശികളെന്നില്ല. ഇവിടെ നിയമം എല്ലാവരും അനുസരിച്ചേ മതിയാകൂ. ഇല്ലെങ്കിൽ കടുത്ത ശിക്ഷയും ഫൈനുമാണ് സമ്മാനം. സ്വകാര്യ മേഖലയിലാകും മിക്ക പ്രവാസികളും തൊഴിൽ ചെയ്യുന്നത്. എന്നാൽ ജോലി ചെയ്യുന്ന പല പ്രവാസികൾക്ക് കമ്പനി നൽകേണ്ടതായ പല ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നുവെന്ന് പരക്കെ പരാതി ഉയരുന്നുണ്ട്. ഇപ്പോൾ സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലയിൽ സ്ഥാപനങ്ങളിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ജീവനക്കാരെ കണ്ടെത്താൻ പരിശോധന നടത്തുകയാണ്. പ്രവാസികളുടെ ഉൾപ്പെടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലാണ് പരിശോധന. സൗദി ഇൻഷുറൻസ് കൗൺസിലുമായി സഹകരിച്ചാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്ത ജീവനക്കാരെ കണ്ടെത്താൻ പരിശോധന നടത്തിവരുന്നത്. സ്ഥാപനങ്ങളുടെ വലിപ്പമനുസരിച്ച് ഓരോ ജീവനക്കാരനും 2000 റിയാൽ മുതൽ 20,000 റിയാൽ വരെയാണ് ഫൈൻ ഈടാക്കുക. സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരന് ഇൻഷുറൻസ് പുതുക്കണമെങ്കിൽ എല്ലാ ജീവനക്കാർക്കും ഇൻഷുറൻസ് ഉണ്ടാകണമെന്നുള്ള ചട്ടവും നിലവിലുണ്ട്. 51-ലധികം ജീവനക്കാരുള്ള എ കാറ്റഗറി സ്ഥാപനങ്ങൾക്ക് ഒരാൾക്ക് 20,000 റിയാൽ വീതവും 11 മുതൽ 50 വരെ ജീവനക്കാരുള്ള ബി കാറ്റഗറി സ്ഥാപനങ്ങളിൽ 5,000 റിയാലും 10-ൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങളിൽ 2,000 റിയാലുമാണ് ഫൈൻ ചുമത്തുക. സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കെത്തുന്ന ഉദ്യോഗസ്ഥരാണ് ഇൻഷുറൻസ് പരിരക്ഷ പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. CCHIയുമായി ബന്ധിപ്പിക്കുന്ന നടപടി വേഗത്തിലാക്കാൻ നിരന്തരമായി ക്യാമ്പയിൻ നടത്തിവരികയാണെന്നും തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. സ്ഥാപനത്തിൽ ആർക്കൊക്കെ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ല എന്നത് കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് നടപടി. ഇതിനായി സ്ഥാപനങ്ങളെ സൗദി ഇൻഷുറൻസ് അതോറിറ്റിയായ കൗൺസിൽ ഓഫ് കോപ്പറേറ്റീവ് കൗൺസിലുമായി ബന്ധിപ്പിക്കുന്ന നടപടി പുരോഗമിക്കുന്നു. ജീവനക്കാർക്ക് ഇൻഷുറൻസ് പരിരക്ഷയില്ലെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെയാണ് പിഴ ചുമത്തുക. സ്വദേശികളും വിദേശികളുമായ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഏകീകൃത ആരോഗ്യ ഇൻഷുറൻസ് പാക്കേജ് നിർബന്ധമാണ്. ഇഖാമ പുതുക്കുന്നതിന് മാത്രമായി ഇൻഷുറൻസ് എടുക്കുകയും പുതുക്കുകയും ചെയ്തിരുന്ന രീതിയായിരുന്നു ഇതുവരെ തുടർന്നു വന്നത്. ഇതിൽ മാറ്റം വരുത്തിയാണ് പുതിയ നീക്കം. സ്ഥാപനത്തിൽ ഒരാൾക്ക് ഇൻഷുറൻസ് പുതുക്കണമെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞ എല്ലാവരുടെയും പ്രീമിയം തുക ഒന്നിച്ചടക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.